ശ്രീനാരായണ പരമഗുരവേ നമഃ. ചൈതന്യ ശാശ്വത ശാന്തോ വ്യോമാതീതോ നിരഞ്ജനഃ ബിന്ദുനാദകലാതീതം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഹേ ശാരദേ സകല ഭക്തജനാനുകൂലേ നാഗാധിപാദി വിബുധാർച്ചിതപാദപദ്മേ ലോകേശരമ്യ മുഖപങ്കജ നിത്യവാസേ ദാസേ സദാമയി ദയാം കുരു ചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം 76-ാം ഭാഗം. അവതരണം കൈതക്കോണത്തെ കുന്നുകൾ. കടലിനെ നോക്കിയിരിക്കുവാനും കടപ്പുറത്തിരുന്ന് വേദാന്ത വിചാരം നടത്തുവാനും ഗുരുദേവന് വലിയ ഇഷ്ടമായിരുന്നു. ചിലപ്പോൾ തിരകളോട് സല്ലപിച്ചുകൊണ്ട് വളരെ ദൂരം നടക്കും. മറ്റു ചിലപ്പോൾ ചക്രവാള സീമയിലേക്ക് ദൃഷ്ടിയൂന്നി ഏറെ നേരമിരിക്കും. കടലിന്റെ അനന്തതയും ഗഹനതയും എപ്പോഴും വിചാരത്തിന് മാറ്റുകൂട്ടുന്ന പ്രകൃതി വിസ്മയങ്ങളായിരുന്നു. ഒരു ദിവസം കായിക്കര കടൽ തീരത്തുകൂടി നടന്ന് വർക്കല കടപ്പുറത്തെത്തുകയുണ്ടായി. സമുദ്രതീരത്തെ വലിയ ഉയരത്തിലുള്ള മൺതിട്ടകളും അതിൻ്റെ അടിത്തട്ടിൽ നിന്നും ഊറി വരുന്ന ശുദ്ധമായ നിരവധി നീരുറവകളും ഗുരുദേവനെ വളരെയധികം ആകർഷിച്ചു. ആ അപൂർവ കാഴ്ചകളിൽ രമിച്ച് മണിക്കൂറുകളോളം അവിടെ ഇരിക്കുകയും കിടക്കുകയും ചെയ്തു. പിന്നീട് ഓവുവെള്ളത്തിൽ കുളിച്ചു. സമീപത്തുള്ള ജനാർദ്ദന സ്വാമി ക്ഷേത്രവും സന്ദർശിച്ചു. അതിനുശേഷം കൈതക്കോണം എന്നൊരു ഉൾനാട്ടിലെത്തി. വൻമരങ്ങളും കുറ്റിക്കാടുകളും കുന്നുകളാൽ ചുറ്റപ്പെട്ടതുമായ ഒരു പ്രദേശമായിരുന്നു അത്. അവിടുത്തെ ഉയരമുള്ള 2 കുന്നുകൾക്കിടയിലൂടെ തിരുവിതാംകൂർ സർക്കാർ വലിയ ഒരു തുരപ്പ് നിർമ്മിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം കൊടുങ്ങല്ലൂർ എലപ്പാതയുടെ ഭാഗമായിരുന്നു ആ തുരപ്പ്. ആ വലിയ തുരപ്പിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള കുന്നുകൾ കാടുകൾ നിറഞ്ഞതായിരുന്നു. മുയൽ, മുള്ളൻ പന്നി, കുളക്കോഴി തുടങ്ങിയവ ആ കാടുകളിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. മലയും മരങ്ങളും മേടും തോടും
ഒക്കെയുള്ള ആ പ്രദേശം ഗുരുദേവന് നന്നായി ഇഷ്ടപ്പെട്ടു. കുറച്ചു നേരം ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ചെറുതായൊന്ന് വിശ്രമിച്ചു. ആ നേരത്ത് ഒരു കുളക്കോഴിയുടെ ഭയപ്പാടോടെയുള്ള ഓട്ടവും കരച്ചിലും കേട്ട് ഗുരുദേവൻ എഴുന്നേറ്റ് 4 പാടും നോക്കി. പ്രാണരക്ഷാർത്ഥം ഭയന്നോടുന്ന ഒരു കുളക്കോഴിയെയും അതിനെ പിടിക്കാൻ പിന്നാലെ പായുന്ന ഒരു യുവാവിനെയും ഗുരുദേവൻ കണ്ടു. അതിനെ രക്ഷിക്കുവാൻ തൽക്ഷണം ഗുരുദേവൻ പാഞ്ഞെത്തി. നിങ്ങൾ എന്തിനാണ് ആ സാധുജീവിയെ ഭയപ്പെടുത്തി ഓടിക്കുന്നത്? ഗുരുദേവൻ ചോദിച്ചു. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരപരിചിതന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് നാട്ടുകാരനായ ആ യുവാവ് ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. എന്നിട്ട് ആഗതനെ ആകവേ ഒന്ന് നോക്കിയിട്ട് മറുപടി പറഞ്ഞു. എന്റെ കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഓടുകയാണ്, പക്ഷേ രക്ഷയില്ല. ഞാൻ ഇപ്പോൾ തന്നെ അതിനെ വകവരുത്തുന്നുണ്ട്. ഗുരുദേവൻ: കഷ്ടമല്ലേ അത്? നിങ്ങളെ പോലെയുള്ള ഒരു ജീവനല്ലേ അതും? ജീവികളെ കൊല്ലുന്നതും തിന്നുന്നതും പാപമാണെന്നറിയില്ലേ? അത്രയും കേട്ടപ്പോൾ ആ യുവാവിന് കുളക്കോഴിയെ പിടിക്കണമെന്നുള്ള ആവേശമടങ്ങി. അയാൾ അവിടെ തന്നെ നിന്നു. ഗുരുദേവൻ: എന്താണ് പേര്? വീടെവിടെയാണ്? യുവാവ്: എന്റെ പേര് ഉസ്മാൻ പിള്ള എന്നാണ്. ഇവിടെ അടുത്തു തന്നെ വീട്. കൈതക്കോണം, ചെറുകുന്നം എന്നൊക്കെ അറിയപ്പെടുന്ന ആ പ്രദേശങ്ങളെ പറ്റിയും അവിടുത്തെ ജനങ്ങളെ പറ്റിയും ഗുരുദേവൻ ആ യുവാവിനോട് കൂടുതൽ ചോദിച്ചറിഞ്ഞു. കാഴ്ചയിലും സംഭാഷണത്തിലും തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് ഉസ്മാന് തോന്നി. അയാൾ പെട്ടെന്ന് തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. ഒരിലയിൽ കിഴങ്ങു പുഴുങ്ങിയതും ഒരു കരിക്കുമായി വേഗം മടങ്ങിയെത്തി. അത് ഗുരുവിന് മുന്നിൽ വെച്ചു. പിന്നീട് ഗുരുദേവനെ വിട്ടുപിരിഞ്ഞ് വീണ്ടും ഒരു കുളക്കോഴിയെ പിടിക്കാൻ ഓടുവാൻ ഉസ്മാൻ പിള്ളയ്ക്ക് തോന്നിയില്ല. അതിനുശേഷം അയാൾ ഒരു അനുചരനെ പോലെ ഗുരുദേവന്റെ കൂടെ കൂടി നടക്കുവാൻ തുടങ്ങി. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം 76-ാം ഭാഗം. അവതരണം: കൈതക്കോണത്തെ കുന്നുകൾ. അത് ഗുരുദേവ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.